ഹായ് ഫ്രണ്ട്സ്, ഈ ഓണത്തിന് നമുക്ക് ഒരു ഗോതമ്പ് പായസം ആയാലോ? അപ്പോൾ നമുക്ക് ഗോതമ്പ് കഴുകി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതേ 3 തേങ്ങ പിഴിഞ്ഞ് ഇത് മൂന്നാമത്തെ പാലാണ്. അത് നമുക്ക് ഈ ഗോതമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളമാണെങ്കിലും മതി. ഞാനിപ്പോൾ മൂന്നാമത്തെ പാലുണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ചത്. ഒഴിക്കുമ്പം വെള്ളം നല്ലതുപോലെ ഒഴിക്കണം, അല്ലെങ്കിൽ ഗോതമ്പ് അടിക്ക് പിടിക്കും. അപ്പോൾ ഇത് നമുക്ക് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 6-7 വിസിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കുവാണേ, വെന്തോ ഇല്ലെന്നൊന്ന് നോക്കാം. വെന്തോ അടിക്ക് പിടിച്ചോ, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ തുറന്നു നോക്കുന്നത്. അടിക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം കൊള്ളില്ല, ഒരു മണം വരുവേ. അപ്പോൾ ഈ ഗോതമ്പൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഉരുളി അടുപ്പത്ത് വെക്കാം. ഉരുളിയിലുണ്ടാക്കുന്നതാണല്ലോ നല്ലത് പായസമാകുമ്പോഴേ. അപ്പോൾ ഇത് നമുക്ക് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിക്കൊന്നും പിടിച്ചിട്ടില്ല, നല്ല പോലെ വെള്ളമൊക്കെ വറ്റിയിട്ടേ ഉള്ളൂ. വെന്തിട്ടുമുണ്ട് കണ്ടോ, അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഇതെല്ലാം നമുക്ക് ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ രണ്ടാമത്തെ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ രണ്ടാമത്തെ പാലിൽ കിടന്ന് ഈ ഗോതമ്പ് ഒന്നും കൂടി ഒന്ന് വെന്ത് കിട്ടും. ഗോതമ്പ് പായസം ഉണ്ടാക്കുമ്പം എപ്പോഴും നല്ലതുപോലെ ഗോതമ്പ് വെന്ത് കിട്ടണം, അല്ലെങ്കിൽ ഇങ്ങനെ ഈ കടിക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. പാലെടുക്കുമ്പോൾ ഇത്തിരി നീട്ടിയെടുത്താൽ മതി പിഴിഞ്ഞെടുക്കണ സമയത്തെ, അല്ലെങ്കിൽ വെറുതെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ പിഴിഞ്ഞപ്പോൾ പാല് നീട്ടിയെടുത്തത്. 3 വലിയ തേങ്ങയായിരുന്നേ. 1/2 കിലോ ഗോതമ്പാണ്, ഞുറുക്ക് ഗോതമ്പ്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ പാലിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വേവട്ടെ. ഇനിയിപ്പോൾ ശർക്കര ഉണ്ടല്ലോ, ശർക്കരയിലും വെള്ളം ഒഴിച്ചിട്ടാലോ നമ്മൾ എടുത്തിരിക്കണേ. ശർക്കര ആദ്യമേ ഒഴിക്കരുത്. ആദ്യമേ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേവില്ല. ബാക്കിയുള്ള വേവ് ഈ പാലിൽ കിടന്ന് വേണം വേവാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കിലോ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ മൊത്തമായിട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുന്നില്ല, ഒരു 3/4 ഭാഗം ഒഴിച്ചിട്ടുണ്ട്. ഇനി മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയേ, അല്ലെങ്കിൽ ഒത്തിരി മധുരവും കൂടെ ആയിപ്പോകും. എന്നാൽ അതെല്ലാവർക്കും ഷുഗറൊക്കെയാലോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മധുരം കുറച്ച് ഉണ്ടാക്കുന്നതാണ് പായസം കുടിക്കണമെന്ന് തോന്നിയാൽ നല്ലത്. ഇനി ഇത് നല്ലപോലെ ഇളക്കട്ടെ. ഇളക്കിയതിന് ശേഷം മധുരം നോക്കിയാൽ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റുള്ളൂ. എല്ലാ ഭാഗത്തേക്കും ആകണം, നല്ല പോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ മധുരം പോരാ, കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയ്ക്ക് മതിയേ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി ആ ശർക്കരയൊക്കെ കൂടെ കിടന്ന് നല്ലതുപോലെ മിക്സ് ആവട്ടെ. നല്ലപോലെ വരട്ടിയെടുക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് പായസം. പണ്ടൊക്കെയാലോ നമ്മൾ പാത്രത്തിലിട്ട് വേവിച്ചൊക്കെ എടുക്കണേ, അതൊക്കെ വിറകടുപ്പുള്ള സമയത്തല്ലേ. ഇപ്പോൾ കുക്കറിലിട്ട് 2 അടി അടിച്ച് അങ്ങിട്ട് ഒന്ന് വരട്ടിയെടുത്ത് ശർക്കരയും പാലും ഒഴിച്ച് ഇത്തിരി ഏലക്കായ്പ്പൊടി ഇട്ടാൽ പായസമായി. ഇനി നമുക്കിതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതൊന്ന് പൊടിച്ചുകൊണ്ട് പറ്റേ, ഈ ഏലക്കായും ചുക്ക്, ഒരല്പം ജീരകം, നല്ല ജീരകം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കൊരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയ സ്പൂണിന് ഒഴിച്ചിട്ടുണ്ടേ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളമൊക്കെ പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ചുക്കും ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചപ്പോൾ അതിൽ 1 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നേ. മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്തത്. കല്ലിൽ വെച്ചാൽ ചതക്കുവാണെങ്കിൽ ഇത് വേണ്ട, പഞ്ചസാര ഇടണ്ട.
ദേ ഈ പഞ്ചസാരയും ജീരകവും ഏലക്കായും ചുക്കും അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നല്ലപോലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഒന്ന് നീട്ടിയെടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കുറുകിപ്പോവും. നമുക്ക് ആദ്യത്തെ പാലൊഴിക്കാനുണ്ട്. അപ്പോൾ വെള്ളം പാകത്തിനാവും. അപ്പോൾ ഈ ഓണത്തിന് ഒരു ഗോതമ്പ് പായസം ഉണ്ടാക്കാൻ ആരും മറക്കരുത്. നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്. പിന്നെ ഗോതമ്പ് പായസം കുറേ ദിവസമൊന്നും ഇരിക്കില്ല. പരിപ്പാണെങ്കിൽ ഒത്തിരി ദിവസം ഇരിക്കും. അപ്പം ഞാൻ ഈ ആദ്യത്തെ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി തിള വരുമൊന്നും വേണ്ട, പതുക്കെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. എന്താണെന്ന് വെച്ചാൽ ഇത് തിളച്ചോണ്ടാലോ ഇരിക്കുന്നത്, അപ്പോൾ പതുക്കെ ഒന്ന് ചൂടായാൽ മതി. ഒന്ന് ചൂടാവണേ. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഈ കശുവണ്ടിയും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിടാം. അതിലേക്ക് ഒരു 2 വലിയ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു വെള്ളം വറ്റിയ തേങ്ങയുടെ ഒരു അല്പം എടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് നല്ല എല്ലാം ഒരേപോലെ ആയിരിക്കണം അരിഞ്ഞെടുക്കേണ്ടത്, അല്ലെങ്കിൽ മൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകും, പല മൂപ്പായി പോകും. വെള്ളമൊക്കെ വറ്റിയ തേങ്ങയായിരുന്നേ. അപ്പോൾ ഒന്ന് കടിക്കാനും കൂടെ കിട്ടുമ്പം നല്ലതായിരിക്കും. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഇത് മൂത്ത് കഴിഞ്ഞൊരു പാത്രത്തിട്ട് മാറ്റിയിട്ട് മറ്റുള്ളതൊക്കെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് ഈ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണേ, അതല്ലെങ്കിൽ പല മൂപ്പായി പോവും. ഇനി ഞാനിത് കോരി മാറ്റിയിട്ടാണ് മുന്തിരി ഇട്ട് കൊടുക്കുന്നത്. കശുവണ്ടി ഒന്നും കൂടെ മൂക്കാനുണ്ട്. ഇനി നമുക്കിത് കോരി പായസത്തിട്ട് തന്നെ ഇട്ട് കൊടുക്കാം, ഗോതമ്പ് പായസത്തിലേക്ക്. ഇനി ഇതിൽ മുന്തിരിയും കൂടെ ഇട്ട് ഇളക്കാനായിട്ടുള്ള ഇടയില്ല. അപ്പോൾ ഇത് നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മുന്തിരി പെട്ടെന്നാവുമേ, ഒന്ന് ചൂടായാൽ മതി. ഇനി നമുക്ക് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി കിടക്കുമല്ലോ, നെയ്യ് നല്ലപോലെ കഴുകി വെള്ളം വാർന്ന് വെച്ചിരുന്നതാണ്. പെട്ടെന്നാവും. കണ്ടത് നല്ലപോലെ വീർത്ത് വരും. അപ്പോഴത്തേനും തീ ഓഫാക്കാം. അപ്പോൾ അതേ നല്ലപോലെയൊക്കെ വീർത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കാം. ഇനി നമുക്ക് ആ നെയ്യും മുന്തിരിയും കൂടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഓണത്തിന് ഇത് ഉണ്ടാക്കി നോക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക. താങ്ക് യു.